കൊല്ലം അവസാനിച്ചില്ല, അപ്പം തന്നെ എനിക്ക് പണി കിട്ടി തുടങ്ങി. എന്താ, ഫാൻ എന്തായാലും തകിട്ട് പൊട്ടി എന്ന് വെച്ചാൽ ഫാൻ വർക്ക് ചെയ്യണില്ല. എൻ്റെ അനിയൻ്റെ ക്രിയേറ്റിവിറ്റി കാരണമാണ് അതിപ്പോൾ വർക്ക് ചെയ്യാത്തത്. അത് വേറെ കാര്യം. ഈ രണ്ട് സാധനങ്ങളും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റാണ് എൻ്റെ. അപ്പം എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് അത്യാവശ്യം ഫേമസ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫാൻ ശരിയാക്കാൻ പോകണല്ലോ. അപ്പം നേരെ നമ്മൾ സ്റ്റെല്ലിനെ വിളിച്ചു. അങ്ങനെ ഫാൻ ശരിയാക്കുന്ന സ്ഥലത്ത് പോയി. അപ്പം ചേട്ടൻ പറഞ്ഞു ഇതിന് എന്തോ ഒരു അടിച്ചു പോയതാന്ന് പറഞ്ഞാൽ 600 രൂപ സംതിങ് ആയി. അത് കഴിഞ്ഞാൽ ചായ കുടിക്കണം. അമ്മേൻ്റെ അടുത്ത് ചായ വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ കടയിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റും വാങ്ങി ചായയും കുടിച്ചു. എനിക്ക് ഈ രണ്ട് സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. മാക്സ് വലുതും കിട്ടും നോക്കിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പോകും. ഒന്നും നോക്കിയില്ല, ചൊവ്വാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ നൊവേനയുണ്ട്. ഞാൻ പിന്നെ ഈ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടാറുണ്ട്. അല്ലി നീ ഇവിടെയോ തെറ്റിക്കയറിയതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പോകാൻ തോന്നി, എന്തോ ദൈവവിളിയാണ് തോന്നുന്നു. അങ്ങനെ കപ്പേളയിൽ പോയി പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് സമാധാനമൊക്കെ കിട്ടിയായിരുന്നു. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് പള്ളി കാണുന്നത്. ഞാൻ സത്യസന്ധമായി പറയാലോ, അവിടുത്തെ പുൽക്കൂട് കണ്ടു, എന്ത് ക്യൂട്ടാണല്ലേ. അങ്ങനെ എല്ലാരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. തോന്നുന്നുണ്ട് മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. അപ്പോൾ ഒരു ചിന്ത കയറി വന്നത് ചായ കുടിക്കാൻ പോയാലോ. എന്തായാലും ഈ വർഷം കഴിയാറായി, അപ്പൊ ഒരു ചായ കുടിക്കാലോ, അല്ലേ, നല്ലതല്ലേ. പിന്നെ ഇനി അടുത്ത പോലെ മൊത്തം ചായ കുടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കുറുക്കഞ്ചേരിയുള്ള ടീ കടയിൽ പോയി നമ്മളൊരു ചായ കൂടെ കുടിച്ച് പിന്നെ അവിടെ ഇരുന്ന് കുറെ കഥ പറഞ്ഞപ്പോഴാണ് നമ്മൾ പാലക്കലോടെ ലേറ്റ് ഒക്കെ ഇട്ട് വൈബുള്ള ഒരു സ്ഥലമുണ്ട്. കഴിഞ്ഞ 2025 എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ.